സോ പാർട്ട് 2 ഓഫ് ദി ഡെസ്ക് ഓർഗനൈസിംഗ് തുടങ്ങാം. ആദ്യം തന്നെ ഈ വലിച്ചു വരിയിട്ടേക്കുന്ന ബുക്കൊക്കെ ഒന്ന് ഇറക്കാം. പണ്ട് എനിക്ക് ഈ പെർസ്പെക്റ്റീവ് ഡ്രോയിങ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ബുക്ക് വാങ്ങി വരച്ചതാണ് ഇതൊക്കെ. ഇതിന്റെ ക്രിയേറ്റിവിറ്റി ഒന്നല്ല, എല്ലാം യൂട്യൂബ് ഒക്കെ വരച്ചാൽ ഇങ്ങനെ ഒരു ബുക്ക് ഓർഗനൈസർ എങ്കിലും നിർബന്ധമാണ്. ഈ ബുക്ക് കണ്ടോ, ഇതെനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. കാണാൻ അത്രയ്ക്കും ക്യൂട്ട് ആയതുകൊണ്ട് ഇനി അത് തൊട്ടിട്ടില്ല. ഇങ്ങനെ ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ ഞാനൊരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം സാധനങ്ങൾ വെക്കാൻ സ്ഥലം ഇല്ലടോ. എന്നാ പിന്നെ വാങ്ങാണ്ടിരിക്കോ? അതും ഇല്ല. പണ്ടൊക്കെ ഇല്ല, ഞാൻ ഒരുപാട് വരയ്ക്കായിരുന്നു. ഇത്ര പെടുത്ത സമയം ഇടുന്നതാണ് ഞാൻ ആലോചിക്കണം. ഇപ്പൊ ഈ യൂട്യൂബും കോളേജിന്റെ ഇടയിൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ കുറച്ച് ഡ്രോയിങ് ബുക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ വെറുതെ മുകളിൽ വെച്ച് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ആമസോണിൽ കുറച്ച് സ്റ്റോറേജ് ബോക്സ് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഡെലിവർ ആയിട്ടില്ല. ഈ ഒരു പോക്കറ്റ് സ്പ്രേ തെരയാത്ത സ്ഥലമില്ല. ഇതാരപ്പോ ഇതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട്? ഇതിപ്പോ മൂടി മാത്രമേ ഉള്ളൂ. ഇതിന്റെയൊക്കെ പേന എവിടെയെന്നാവോ? ഈ ഒരു സാധനം പപ്പ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. ഭയങ്കര യൂസ്ഫുൾ ആണ്. പണ്ട് നീ അബാക്കസ് പഠിക്കാൻ പോയപ്പോ കിട്ടിയ സാധനമാണ്. എന്തായാലും തൽക്കാലം അത് വിട്ടിരിക്കട്ടെ. എനിക്ക് മതി. ഇനിയിപ്പോ അങ്ങോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ള ആലോചനയാണ് ഇത്. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, കംപ്ലീറ്റ് ആക്കിയിട്ട് പോവാം. ആ ഒരു ഡിജിറ്റൽ ക്ലോക്കില്ലേ, അതിന്റെ എസ്തെറ്റിക്സ് കണ്ട് ഞാൻ വാങ്ങിച്ചാണ്. അതിന്റെ റിവ്യൂ ഞാൻ ചെയ്യാട്ടോ. ആൻഡ് ആഡഡ് എ പോർട്രേറ്റ് പ്ലാൻ ഫോർ പോസിറ്റിവിറ്റി. പിന്നെ ഹൈഡ്രേഷൻ, അതില്ലാണ്ട് ഒരു പഠിത്തവും നടക്കില്ല. ഈ ഒരു ടേബിൾ ലാമ്പിന് 3 മോഡ്സ് ഓഫ് ലൈറ്റിംഗ് ഉണ്ട്. എത്രയൊക്കെ തന്നെ ലാപ്ടോപ്പും ഫോണും ഉണ്ടെങ്കിലും ബുക്കിൽ നിന്ന് പഠിക്കുന്ന സുഖം അത് വേറെ തന്നെ. ഇത്ര നാളും ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ടേബിൾ ലാമ്പ് വാങ്ങിയത്. എന്നിട്ടാണെങ്കിലോ അത് ഡെലിവറി ചെയ്ത ദിവസം തന്നെ ആ ലൈറ്റും ശരിയാക്കി. എന്തപ്പം ഞാൻ പറയാ. അങ്ങനെ നമ്മുടെ ഓർഗനൈസിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യാം.